അദ്ദേഹം പറയുന്നത് കടപ്പുറത്ത് പോയുള്ള സ്ഥിതി അറിയാലോ. കടപ്പുറത്ത് തൊഴിലാളികൾ അവിടെ സങ്കടം പറയും, അതിനുള്ള ശബ്ദത്തിലായിരിക്കും അവർ പറയുക. അത് കാണാനും കേൾക്കാനുമുള്ള സന്മനസ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. അവരോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വിശദീകരിക്കണം. ആ സാമാന്യ മര്യാദ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാട്ടിയില്ല. കേരളത്തിലെ മറ്റൊരു മന്ത്രി, ആരോഗ്യമന്ത്രി പറഞ്ഞു കടലിൽ പോയി മരിച്ച ഇങ്ങനെയൊക്കെയാണ്, കുറെ ദിവസം കഴിഞ്ഞൊക്കെ കണ്ടെത്താൻ പറ്റൂ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്ക് എങ്ങനെയാ കഴിയുമെന്ന് അത്ഭുതപ്പെടുകയാണ്. ഓഖിയുടെ സമയത്ത് ഞങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്തവരാണ്. അന്ന് എയർഫോഴ്സിനെയും നേവിയെയും ഉപയോഗിച്ച് നൂറുകണക്കിന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. എന്നിട്ടും കുറേയധികം പേരെ കാണാനില്ലാതായി. കുറെ പേരുടെ ഡെഡ് ബോഡി കിട്ടി. 109 ഡെഡ് ബോഡി കിട്ടുകയും 142 പേരാണ് മുഴുവൻ കാണാതായത്. അവർക്ക് 12 വർഷം കഴിഞ്ഞ് ആനുകൂല്യം കിട്ടുമെന്ന നിയമത്തിൽ മാറ്റം വരുത്തി. മുഴുവൻ തൊഴിലാളിക്കും 20 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം കൊടുത്ത ഗവൺമെന്റാണിത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തു. തൊഴിലില്ലാത്ത കുടുംബങ്ങളിലെ അമ്മമാർക്ക് തൊഴിൽ കൊടുത്തു. ആ മക്കളുടെ മുഴുവൻ വിദ്യാഭ്യാസം 2035 വരെ ഏറ്റെടുത്തു. ഇപ്പോഴും അത് തുടരുകയാണ്. അന്ന് തുടങ്ങിയ പദ്ധതി 2035 വരെ ഗവൺമെന്റ് ഏത് മാറി മാറി വന്നാലും ആ സ്കീം തുടരുന്ന തരത്തിൽ പദ്ധതി വെച്ചു. ഇങ്ങനെ തുടങ്ങി ദുരിതമനുഭവിച്ചവരെ ചേർത്ത് പിടിച്ചവർക്ക് ആശ്വാസം നൽകിയ ഗവൺമെന്റ് ആ ഒരു മാതൃക ഇവിടെയുണ്ട്. അതിവിടെ തുടരുന്നില്ല. മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ISROയ്ക്ക് തീരദേശത്തെ മറക്കാൻ പറ്റില്ല, മത്സ്യത്തൊഴിലാളിയെ മറക്കാൻ പറ്റില്ല. അവര് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം സൗജന്യമായി. കേന്ദ്ര ഗവൺമെന്റ് അതിനാവശ്യമായ പണം കെട്ടണം. ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ISROയെ വിളിച്ചു. അവർക്ക് മൊബൈൽ ഫോൺ, സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം. കാരണം ഈ തരം കലുഷിതമായ അന്തരീക്ഷത്തിൽ കടലിലുണ്ടാകുന്ന വിവരങ്ങൾ കരയിൽ അറിയിക്കാൻ സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ISRO എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ട്രാൻസ്പോണ്ടത്തിന്റെ 80% സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു. ISRO സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു, വിറ്റു. 20% ഉള്ളത്. അത് ഡിഫൻസിന്റെ കയ്യിലാണ്, പ്രതിരോധ വകുപ്പിന്റെ അടുത്താണത്. ഞങ്ങൾ അതിന് ഇത്തിരിയെങ്കിലും നമ്മുടെ മത്സ്യത്തൊഴിലാളിക്ക് തരാൻ പറ്റുമോ? കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്താണ് അന്ന് സാറ്റലൈറ്റ് ഫോൺ വാങ്ങി കുറച്ച് തൊഴിലാളിക്ക് കൊടുത്തത്. 90% സബ്സിഡിയും 10% തൊഴിലാളിയുടെ വിഹിതവും. അതെത്ര തൊഴിലാളി സൂക്ഷിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരദേശത്തെ മത്സ്യത്തൊഴിലാളിക്ക് സാറ്റലൈറ്റ് ഫോൺ വിതരണം ചെയ്യണം. ഓരോ ഗ്രൂപ്പുമുണ്ട്, അവർ എല്ലാ വ്യക്തികൾക്കുമല്ല, ഓരോ ഗ്രൂപ്പിനും അവർക്ക് കൊടുക്കാൻ പറ്റണം. തൊഴിലാളിയുടെ ജീവൻ പ്രധാനമാണ്. രാജ്യത്തെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളി, രാജ്യത്തിന്റെ പ്രതിരോധം പോലെ സേനയായി പ്രവർത്തിക്കുന്ന തൊഴിലാളി, ആ തൊഴിലാളിയെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് ഗവൺമെന്റിന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർക്ക് സൗജന്യമായി സാറ്റലൈറ്റ് ഫോൺ കൊടുക്കാനും കേരള ഗവൺമെന്റ് സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തി കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ തുടരാൻ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരമായി കാണാതായ തൊഴിലാളിയെ കണ്ടെത്തണം. അവർക്ക് നഷ്ടപരിഹാരവും മറ്റ് ആശ്വാസവും എത്തിക്കണം. മരിച്ചുപോയ തൊഴിലാളിയുടെ മക്കൾക്ക് തൊഴിൽ കൊടുക്കണം. ഈ തരത്തിലുള്ള മാനുഷികമായ പരിഗണന ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.